Hi everyone, welcome to Competitive Cracker. ഞാൻ പ്രണവ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രിക്കൽ എന്താണ് ട്രാൻസ്ഫോമേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ട്രാൻസ്ഫോമേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ജനറൽ ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ജനറലി എന്താണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കാം. An AC transformer consists of two coils of wire wound around a core of soft iron. അപ്പോൾ വളരെ ജനറൽ ആണ്. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ട്രാൻസ്ഫോമർ, ഓക്കെ, ഒരു ട്രാൻസ്ഫോമറിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് പറയുന്നത്. എന്താണ് ട്രാൻസ്ഫോമർ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു കോയിൽസ് ഓഫ് വയർ. അപ്പോൾ എന്താണ്, വയേഴ്സിന് എന്താണ് കോയിലായിട്ട് നമ്മൾ എന്താണ് വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. എവിടെ, അറൗണ്ട് എ കോർ ഓഫ് സോഫ്റ്റ് അയൺ. അപ്പോൾ എന്താണ്, ഒരു അയൺ ബാറിന് ചുറ്റുമായിട്ട് എന്താണ് രണ്ട് സെറ്റ് ഓഫ് കോയിൽസ് എന്താണ് വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും ഒരു ജനറൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പം നമുക്ക് ഇമേജ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്, ഒരു സോഫ്റ്റ് അയൺ ഉണ്ടായിരിക്കുക, അവിടെ എന്താണ് ഒരു സെറ്റ് ഓഫ് കോയിൽസ് റൊട്ടേറ്റ് വൂണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അപ്പർ സൈഡിലും അങ്ങനെ വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ദ സൈഡ് കണക്റ്റഡ് ടു ദ ഇൻപുട്ട് എ സി വോൾട്ടേജ് സോഴ്സ് ഇസ് കോൾഡ് ദ പ്രൈമറി. അപ്പോൾ എന്താണ്, എവിടെ നിന്നാണോ ഇൻപുട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്, ഓർക്കുക, ഒരു ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ ഏത് സൈഡിലായിട്ടാണോ നമ്മൾ അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ആ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും, പ്രൈമറി എന്ന് പറയും. ഓക്കെ, ആ ഭാഗത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമറി. ഓക്കെ, ഓർത്തിരിക്കുക. എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വളരെ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഒരു സോഫ്റ്റ് അയൺ ഉണ്ടായിരിക്കും, അതിന് ചുറ്റും എന്താണ് രണ്ട് സെറ്റ് ഓഫ് കോയിൽസ് വയർ എന്തായിരിക്കും വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അത് ഏത് ഭാഗത്തേക്കാണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ആ ഭാഗത്തിന് നമ്മൾ എന്തെന്ന് പറയും, അതിനെ നമ്മൾ പ്രൈമറി എന്നായിരിക്കും പറയുക. പിന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഹാസ് N1 ടേൺസ്. ഓക്കെ, അപ്പം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗത്തേക്ക്, ഓക്കെ, നമ്മൾ ഇൻപുട്ട് ഈ കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ ഇൻപുട്ട് ഇവിടെ ഈ ഭാഗത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ എന്താണ്, ആ സെക്ഷനെ നമ്മൾ പ്രൈമറി എന്ന് പറയും. അതിനോടൊപ്പം ഓർക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞു വയർ എന്താണ്, വയർ കോയിൽ എന്താണ് വൂണ്ട് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. അവിടെ എത്ര ടേൺസ് ഉണ്ടോ, ഓക്കെ, നമ്പർ ഓഫ് ടേൺസ്, എത്ര ടേൺസ് ആയിട്ടാണോ അതവിടെ കോയിൽ അവിടെ വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, പ്രൈമറിയിൽ ഉണ്ടായിരിക്കുന്ന ടേൺസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, N1. ഓക്കെ, പ്രൈമറിയിലുള്ള ടേൺസിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, N1 എന്നാണ്. ഓക്കെ, ദ അതർ സൈഡ് കോൾഡ് ദ സെക്കൻഡറി ആൻഡ് ഈസ് കണക്റ്റഡ് ടു എ റെസിസ്റ്റർ ആൻഡ് ഹാസ് N2 ടേൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഫസ്റ്റ് ആയിട്ട് ഇൻപുട്ട് വരുന്ന സൈഡാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നു പറഞ്ഞു, പ്രൈമറി എന്ന് പറയുന്നു പറഞ്ഞു. ഇനി അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ എന്താണ്, നമ്മൾ ഔട്ട്പുട്ട് റിസീവ് ചെയ്യുന്ന ആ ഭാഗം എന്താണ് നമ്മളൊരു റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഓർത്തിരിക്കുക, എന്താണ്, ഒരു ട്രാൻസ്ഫോമറിൽ ഏത് സൈഡിലാണ്, ഔട്ട്പുട്ട് സൈഡിലാണ്, അതായത് സെക്കൻഡറി സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, സെക്കൻഡറി സൈഡിൽ, ഓക്കെ, ആ കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് എടുക്കുന്ന സൈഡിലെ നമ്പർ ഓഫ് കോയിൽസ് നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, N2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദ കോർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതിന്റെ കോർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാൻ, ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ടു പ്രൊവൈഡ് എ മീഡിയം ഫോർ ദ ഫ്ലക്സ് ടു പാസ് ഫ്രം വൺ കോയിൽ ടു അതർ. അപ്പം നമുക്കറിയാം എന്താണ്, ഇൻപുട്ട് ഒരു ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞു, അതെന്താണ് അവിടെ നിന്ന് പാസ് ചെയ്തതിനു ശേഷം എന്താണ് ആ കോറിലൂടെ എന്താണ് അടുത്ത പൊസിഷനിലോട്ട് എന്ത് ചെയ്യണം, അത് പാസ് ആവണം. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് എന്താണ്, ദ കോർ ഈസ് യൂസ് ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ടു പ്രൊവൈഡ് എ മീഡിയം, ഒരു മീഡിയം പ്രൊവൈഡ് ചെയ്യണം. എന്തിന്, ഫോർ ദ ഫ്ലക്സ് ടു പാസ് ഫ്രം വൺ കോയിൽ ടു അതർ. ആ ഫ്ലക്സ് എന്താണ് ഒരു കോയിൽ സൈഡിൽ നിന്നും മറ്റൊരു കോയിൽ സൈഡിലേക്ക് എന്താവണം, പാസ് ആവണം. ഓക്കെ, എഡ്ഡി കറന്റ് ലോസസ് ആർ മിനിമൈസ്ഡ് ബൈ യൂസിങ് എ ലാമിനേറ്റഡ് കോർ. അപ്പോൾ ഓർക്കേണ്ട കാര്യമാണ്, ഇത്തരത്തിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് സംഭവിക്കുന്ന കറണ്ട് ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എഡ്ഡി കറന്റ് ലോസ്. ഓക്കെ, എഡ്ഡി കറന്റ് ലോസ് ആണ് അവിടെ നഷ്ടപ്പെടാൻ, അതായത് ഈ ഫോം ചെയ്യുന്ന കറണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത. ഇത് ലോസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കോർ ഉപയോഗിക്കുന്നത്, ലാമിനേറ്റഡ് ആയിട്ടുള്ള. ഓർക്ക് എന്താണ്, നമ്മളത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാമിനേറ്റഡ് കോർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അയൺ ഈസ് യൂസ്ഡ് ആസ് ദ കോർ മെറ്റീരിയൽ ബിക്കോസ് ഇറ്റ് ഈസ് എ സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് റെഡ്യൂസസ് ഹിസ്റ്റീരിയസ് ലോസസ്. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പറഞ്ഞു എന്താണ്, ട്രാൻസ്ഫോമർ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, സോഫ്റ്റ് അയൺ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ അയൺ യൂസ് ചെയ്യുന്നത്, ഓക്കെ, വൈ നമ്മൾ അയൺ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാന ഫസ്റ്റ് കാര്യം എന്താണ്, ഇതൊരു സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് അയൺ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണ്, ഇറ്റ് റെഡ്യൂസസ് ഹെസ്റ്റീരിയസ് ലോസ്. മറ്റൊരു തരത്തിൽ കറണ്ട് ലോസ് ആവുന്ന എന്താണ്, ഹെസ്റ്റീരിയസ് ലോസ് എന്താണ്, ഇത് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അയൺ. ഓക്കെ,
അപ്പോൾ ഓർത്തിരിക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് അയൺ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ കാരണം എന്താണ്, അതൊരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അതിനോടൊപ്പം തന്നെ എന്താണ്, അത് കൂടാതെ അതിന് ഹിസ്റ്റീരിയസ് ലോസ് എന്ന രീതിയിൽ കറണ്ട് നഷ്ടപ്പെടുന്നത് വളരെയധികം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത് എന്താണ് പറയുന്നത്, നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ബേസിക് കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സോഫ്റ്റ് അയൺ ഉണ്ടായിരിക്കും, ഇൻപുട്ട് വരുന്നത് അതായത് കറണ്ട് എങ്ങോട്ടാണോ വരുന്നത് ആ സൈഡിനെ നമ്മൾ പ്രൈമറി എന്ന് പറയുകയും അപ്പർ സൈഡിനെ നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നു പറഞ്ഞു. വയർ അവിടെ കോയിൽസ് എന്ന് വൂണ്ട് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. കറണ്ട് വരുന്ന പ്രൈമറി സൈഡിലെ നമ്പർ ഓഫ് ടേൺസിനെ നമ്മൾ N1 എന്നും സെക്കൻഡറിയിൽ നമ്മൾ അതിനെ N2 എന്നായിരിക്കും എന്താണ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണത്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്, നമ്മൾ കോർ യൂസ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റൊന്നെന്താണ്, എഡ്ഡി കറണ്ട് ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാമിനേറ്റഡ് കോർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാമിനേറ്റഡ് കോർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം എന്തുകൊണ്ടാണ് അയൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അയൺ എന്താണ്, ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അതിനോടൊപ്പം തന്നെ എന്താണ്, ഹിസ്റ്റീരിയസ് ലോസ് അവിടെ മാക്സിമം റെഡ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, അസ്യൂം ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ, അതായത് 100% നമുക്ക് എന്താണ് ഐഡിയൽ ആയിട്ട് കിട്ടുന്നത്, ഓക്കെ, കറക്റ്റ് ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ, ഓക്കെ, വൺ ഇൻ വിച്ച് ദ എനർജി ലോസസ് ഇൻ ദ വൈൻഡിങ്സ് ആൻഡ് ദ കോർ ആർ സീറോ. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു ഭാഗത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വരുന്ന ഭാഗത്ത് എന്താണ് കറണ്ട് ലോസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഓക്കെ, സീറോ ആണ് എന്നുള്ള സ്റ്റേജ് നമ്മൾ പറയപ്പെടുന്നത് എന്ത് പറയുന്നത്, അതിന് നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ജനറലി അറിയാവുന്നതാണ്. നമ്മൾ ഏതൊരു മെഷീനെ കുറിച്ച് പറയപ്പെടുന്നത് നമ്മൾ എന്താണ്, അതിന്റെ ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയും. ഓക്കെ, ഐഡിയൽ കണ്ടീഷൻ നമ്മൾ പറയും. എന്തിനാണ് നമ്മൾ ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും, ഓക്കെ, ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്ത് തന്നെയാണോ അതേ ഔട്ട്പുട്ട്, ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അതേ ഔട്ട്പുട്ട് തന്നെ കിട്ടുന്ന സ്റ്റേജിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അത് ഐഡിയൽ കണ്ടീഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്തായിരിക്കും, ഈ വൈൻഡിങ്സിനിടയിലും കോറിനിടയിലും നഷ്ടപ്പെട്ടു പോകുന്ന എനർജി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഓക്കെ, ടിപ്പിക്കൽ ട്രാൻസ്ഫോമേഴ്സ് ഹാസ് എ പവർ എഫിഷ്യൻസി ഓഫ് 90 to 99%. അപ്പോൾ നമുക്ക് ജനറലി അറിയാവുന്ന ഒരു കാര്യം എന്താണ്, ഈ ഐഡിയൽ എന്ന് പറയുന്നത് നമ്മൾ തിയറിറ്റിക്കലി മാത്രം പറയുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, തിയറിറ്റിക്കലി നമ്മൾ പറയുന്ന ഒരു കണ്ടീഷൻ എന്തെന്ന് പറയുന്നത് ഐഡിയൽ എന്ന് പറയുന്നത്. ഇൻ പ്രാക്ടിക്കൽ കേസിൽ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്, നമുക്ക് ഒരിക്കലും എന്താണ് 100% എഫിഷ്യൻസി എന്നൊരു സ്റ്റേജ് നോർമലി നമുക്ക് കിട്ടാറില്ല. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എന്താണ്, നമുക്കൊരിക്കലും ഒരു 100% എന്താണ് എഫിഷ്യൻസി കിട്ടാറില്ല. ഓക്കെ, ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് 100% എഫിഷ്യൻസി ഉള്ള സ്റ്റേജ് ആണ്. അതായത് ഇൻപുട്ട് കൊടുക്കുന്ന ഔട്ട്പുട്ടായി കിട്ടുന്നു എന്നുള്ള സ്റ്റേജ് ആണ്. അത്തരം സ്റ്റേജ് ആണെങ്കിൽ എന്താണ്, എനർജി ലോസ് വൈൻഡിങ്ങിനും കോറിനിടയിൽ സീറോ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം പ്രാക്ടിക്കൽ കേസിൽ അത് പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, എപ്പോഴും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 90-99 നമുക്ക് എഫിഷ്യൻസി കിട്ടാൻ സാധ്യതയുള്ളത്. ഓക്കെ, എന്താണ്, ഇൻ പ്രൈമറി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫ്ലക്സ് ഈസ് ദ സെയിം ഫോർ ബോത്ത് കോയിൽസ്. അപ്പോൾ എന്താണ്, രണ്ട് കോയിൽസിലും ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ആണ്. ഓക്കെ, രണ്ടിലുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഓരോ ടേൺസിലുള്ളതിന്റെ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഫസ്റ്റ് നമ്മുടെ പ്രൈമറി ടേണിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡെൽറ്റ V1, അത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ -N1 d∅/dt. ഓക്കെ, അപ്പോൾ എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്, റെപ്രസെന്റേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ V1 ഈസ് ഈക്വൽ ടു -N1 d∅/dt എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ദ വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി. ഇനി സെക്കൻഡറിയുടെ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണെങ്കിൽ എന്താണ്, ഡെൽറ്റ V2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെയിം തന്നെയാണ്, മാറ്റം ഉണ്ടാവില്ല. സെയിം നമ്മൾ പറഞ്ഞല്ലോ, ആ ടേൺസിന്റെ നമ്പർ മാത്രമേ ഉള്ളൂ. എന്താണ്, -N2 d∅/dt എന്നുള്ളതായിരിക്കും ഇക്വേഷൻ. ഓക്കെ, ദ വോൾട്ടേജസ് ആർ റിലേറ്റഡ്. ഇനിയിപ്പോൾ എന്താണ്, ഈ രണ്ട് വോൾട്ടേജുകൾ തമ്മിൽ, നമുക്ക് പ്രൈമറി വോൾട്ടേജും ഉണ്ട് സെക്കൻഡറി വോൾട്ടേജും ഉണ്ട്. ഈ രണ്ട് വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് എന്തായിരിക്കും കിട്ടുക, സെയിം ആയതുകൊണ്ട് ഡെൽറ്റ V2 ഈസ് ഈക്വൽ ടു N2/N1 ഇൻറ്റു ഡെൽറ്റ V1. ഓക്കെ, അപ്പോൾ എന്താണ്, ഡെൽറ്റ V2 ഈസ് ഈക്വൽ ടു N2/N1 ഇൻറ്റു ഡെൽറ്റ V1. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എന്താണ്, തൊട്ട് മുമ്പ് നമ്മൾ വോൾട്ടേജ് ഡിറൈവ് ചെയ്തതിന്റെ രീതിയിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിനെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, വെൻ N2 ഈസ് ഗ്രേറ്റർ ദാൻ N1, അതായത് എന്താണ്, സെക്കൻഡറി ടേൺസ്. ഓക്കെ, സെക്കൻഡറി ടേൺസ് ആണ് കൂടുതലെങ്കിൽ, സെക്കൻഡറി ടേൺസ് ആണ് നമ്പർ കൂടുതലെങ്കിൽ എന്തായിരിക്കും, ദ ട്രാൻസ്ഫോമർ ഈസ് referred to as a step up transformer. ഓക്കെ, ഓർത്തിരിക്കുക എന്താണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർക്കുക എന്താണ്, നമുക്ക് രണ്ട് ടേൺസ് ഉണ്ടാവുന്നു പറഞ്ഞിട്ട്, രണ്ട് എന്താണ് വൈൻഡിങ്സ് ഉണ്ട്, നമുക്ക് പ്രൈമറിയും ഉണ്ട് സെക്കൻഡറി ഉണ്ട് നമുക്ക് വൈൻഡിങ് എന്ന് പറയുന്നത്. സെക്കൻഡറിക്കാണ് വൈൻഡിങ്, അതായത് N2 ആണ് കൂടുതലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ആ ട്രാൻസ്ഫോമറിനെ അതിന് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. പിന്നെ എന്താണ്, വെൻ N1 ഗ്രേറ്റർ ദാൻ N2 ആണെങ്കിൽ അതെന്ത് പറയും, അതിനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയും. ഓക്കെ,
N1 അതായത് പ്രൈമറി ആണ് വൈൻഡിങ് കൂടുതലെങ്കിൽ എന്താണ് അതിനെ നമ്മൾ പറയുന്നത്, അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നമുക്ക് 2 ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആണ് ജനറലി പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ്? നമ്മളെ വൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ. പ്രൈമറിയുടെയും സെക്കൻഡറിയിലെയും കോയിൽസിലെ വൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 തരത്തിലാണ് ട്രാൻസ്ഫോമർ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ആണ്. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ആവുന്നത് എപ്പോഴാണ്? സെക്കൻഡ് തിങ് ടോപ്പിലായിരിക്കുമ്പോൾ. ഓക്കെ, അത്ര ഓർത്തിരുന്നാൽ മതി. നമ്മളൊരു കാര്യത്തിന് അപ്പ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മളെ ഫസ്റ്റിനേക്കാൾ സെക്കൻഡ് മുകളിലിരിക്കുമ്പോഴാണ് നമ്മൾ അതിന് അപ്പ് എന്ന് പറയുന്നത്. സോ എന്താണ്? പ്രൈമറിയേക്കാൾ മുകളിൽ, പ്രൈമറിയേക്കാൾ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിക്കാണ് കൂടുതലെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? അവിടെ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയും. ഇനി തിരിച്ചാണെങ്കിൽ പ്രൈമറി ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്റ്റെപ്പ് ഡൗൺ എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ദ പവർ ഇൻപുട്ട് ഇൻ ടു ദ പ്രൈമറി ഈക്വൽസ് ദ പവർ ഔട്ട്പുട്ട് ആസ് അറ്റ് ദ സെക്കൻഡറി. ഓക്കെ, അപ്പൊ എന്താണ്? ദ പവർ ഇൻപുട്ട് ഇൻ ടു ദ പ്രൈമറി ഈക്വൽസ് ദ പവർ ഔട്ട്പുട്ട് അറ്റ് ദ സെക്കൻഡറി. ഇനി അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? I ഇൻറ്റു ഡെൽറ്റ V1 ഈസ് ഈക്വൽ ടു I2 ഇൻറ്റു ഡെൽറ്റ V2. അപ്പൊ എന്താണ്? രണ്ടിലെയും പവർ എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? നമ്മുടെ 2 കോയിൽസിലുള്ളതും, അതായത് പ്രൈമറി വൈൻഡിങ്ങിലായിക്കോട്ടെ അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡിലായിക്കോട്ടെ, അതിലെ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പവറിന്റെ ജനറൽ ഇക്വേഷൻ പറയുന്നത്? കറണ്ടിന്റെ വോൾട്ടേജ് ആണ് നമ്മൾ പവറിന്റെ ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. സോ ആ സെയിം കാര്യം ഓർത്തിരുന്നാൽ മതി. എന്താണ്? നമ്മുടെ ഇൻപുട്ടിലേക്ക് വരുന്ന കറണ്ടും ഇൻപുട്ടിലെ വോൾട്ടേജും മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഔട്ട്പുട്ടിൽ വരുന്ന കറണ്ടിന്റെയും ഔട്ട്പുട്ടിലെ വോൾട്ടേജിന്റെ വാല്യൂ. കാരണം അത് ഈക്വൽ ആയിരിക്കും. ഓർക്കുക, എന്താണ്? 2 സ്ഥലത്തെയും പവർ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓർക്കേണ്ട എന്താണ്? ജനറൽ ആയിട്ട് കറണ്ടിന്റെ വോൾട്ടേജ് ഫസ്റ്റ് വൈൻഡിങ്ങിലെ ഈസ് ഈക്വൽ ടു എന്താണ്? സെക്കൻഡറി വൈൻഡിങ്ങിലുള്ള കറണ്ടിന്റെ അതിന്റെ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ലോഡ് റെസിസ്റ്റൻസ് വെൻ വ്യൂഡ് ഫ്രം ദ പ്രൈമറി. അപ്പൊ എന്താണ്? പ്രൈമറിയിൽ നിന്ന് നമ്മൾ കാണപ്പെടുത്തിയുള്ള എന്താണ്? ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ലോഡ് റെസിസ്റ്റൻസ് വെൻ വ്യൂഡ് ഫ്രം ദ പ്രൈമറി. ഇക്വേഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ഇക്വലന്റ് ഈസ് ഈക്വൽ ടു N1 ബൈ N2 ദ ഹോൾ സ്ക്വയർ ബൈ ആർ ലോഡ്. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ടത് എന്താണ്? ആർ ഇക്വലന്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആർ ഇക്വലന്റ് ഇക്വേഷൻ ഒരു ട്രാൻസ്ഫോമറിൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ N1 ബൈ N2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ലോഡ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് 2 വൈൻഡിങ്സ് ഉണ്ടായിരിക്കും. ഈ 2 വൈൻഡിങ്ങിലെയും പ്രത്യേകം എന്തായിരിക്കും? നമ്മുടെ പ്രൈമറി വൈൻഡിങ് ആയിക്കോട്ടെ സെക്കൻഡറി വൈൻഡിങ് ആയിക്കോട്ടെ, ഇതിന്റെ അകത്തുള്ള പവറിന്റെ വാല്യൂ, രണ്ടിന്റെയും പവറിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓർക്കേണ്ട കാര്യം എന്താണ്? പ്രൈമറി വൈൻഡിലേക്ക് വരുന്ന കറണ്ട് ഇൻറ്റു അവിടെ പ്രസന്റ് ആയിരിക്കുന്ന വോൾട്ടേജ്, ഈ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്? സെക്കൻഡറിയിൽ നിൽക്കുന്ന കറണ്ട് ഇൻറ്റു സെക്കൻഡറിയിലെ വോൾട്ടേജ്. ഓക്കെ, ഇത് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. എപ്പോഴും ട്രാൻസ്ഫോമറിലെ എന്താണ്? കറണ്ടിന്റെ വാല്യൂവും വോൾട്ടേജിന്റെ വാല്യൂ ചേഞ്ച് ആയിരിക്കും, പക്ഷെ പവറിന്റെ വാല്യൂ അവിടെ സെയിം ആയിട്ട് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇക്വേഷൻ എന്താണ്? N1 ബൈ N2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ലോഡ് റെസിസ്റ്റൻസ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇതാണ് നമ്മൾ എന്താണ്? ട്രാൻസ്ഫോമറിലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ജനറലി നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ജനറൽ ഇക്വേഷൻ ആണ്. N1 ബൈ N2 ഈസ് ഈക്വൽ ടു V1 ബൈ V2 ഈസ് ഈക്വൽ ടു I2 ബൈ I1. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ, ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴും കാണാതെ അറിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ട്രാൻസ്ഫോമറിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ജനറൽ ഇക്വേഷൻ ആണ് നമ്മൾ ഈ പറയുന്നത്. എന്താണ്? N1 ബൈ N2 ഈസ് ഈക്വൽ ടു V1 ബൈ V2 ഈസ് ഈക്വൽ ടു I2 ബൈ I1. ഓക്കെ, അപ്പോൾ ഇതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്താണ്? N1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് പ്രൈമറി വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. N2 എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ ടേൺസ് ആണ്. ഓക്കെ, V1 എന്ന് പറയുന്നത് പ്രൈമറിയിലെ വോൾട്ടേജ് ആണ്. V2 എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ്. I2 എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറിയിലെ കറണ്ട് ആണ്. I1 എന്ന് പറയുന്നത് പ്രൈമറിയിലെ കറണ്ട് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഈ A എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേൺസിന്റെ റേഷ്യോ ആണ്. ഓക്കെ, ടേൺസിന്റെ റേഷ്യോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? A എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് നമുക്ക് എന്താണ്? പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറിയിൽ ഉള്ള ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ 6 ആണെന്ന് വിചാരിക്കുക. ഇനി സെക്കൻഡറിയിൽ നമുക്കുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും? പ്രൈമറി ബൈ സെക്കൻഡറിയുടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 6/10 ആയിരിക്കും. അതായത് 0.6 ആയിരിക്കും അല്ലേ ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ പറഞ്ഞ നമ്മുടെ എക്സാമ്പിളിൽ, ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിലെ ടേൺസ് റേഷ്യോ, രണ്ടിന്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.6 ആയിരിക്കും. അപ്പോൾ ഒരു വോൾട്ടേജിന്റെ പ്രൈമറിയിലായിക്കോട്ടെ അല്ലെങ്കിൽ സെക്കൻഡറിയുടെ വോൾട്ടേജ് നമുക്ക് വാല്യൂ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡറിയിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? കറണ്ടിന്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഓപ്പോസിറ്റ് സൈഡ്, അതായത് പ്രൈമറി അറിയെങ്കിൽ സെക്കൻഡറി കണ്ടുപിടിക്കാൻ പറ്റും, തിരിച്ചാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്, നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും ആണ് ഈക്വലായിട്ട് നിൽക്കുന്നത്. കറണ്ട് വരുമ്പോൾ മാത്രം എന്താണ് വ്യത്യാസം വരും. കാരണം N1 V1 I2 എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ഓർത്തിരിക്കുക. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ പവറിന്റെ കേസിൽ നമ്മൾ പറയുന്നില്ലേ, പവർ രണ്ടിടത്തും സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ I1 V1 എന്നാണ് പറഞ്ഞത്, ഈക്വൽ ടു I2 V2 എന്നാണ്. അപ്പൊ എന്താണ് നമ്മൾ അതിന്റെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇന്റർചേഞ്ച് ആയി പോവുകയല്ലേ. ആ വ്യത്യാസമാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഓക്കെ, ആ ഡൗട്ട് ഒരിക്കലും നമുക്ക് എന്താണ് വരാൻ പാടുള്ളതല്ല. ഓക്കെ, ട്രാൻസ്ഫോമറിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ജനറൽ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ഇക്വേഷൻ ആണ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് എന്താണ്, റേഷ്യോ ആണ്. ഓക്കെ, വേറൊരു ഡൗട്ടും വേണ്ട, എന്താണ് ആ നമ്പർ ഓഫ് ടേൺസിന്റെ റേഷ്യോ ആണ്. ആ റേഷ്യോ ഈസ് ഈക്വൽ ടു എന്തിനൊക്കെയാണ്, N1/N2 ആണ് നമ്മൾ എടുക്കുന്നത്. സോ അതിന്റെ തന്നെ വോൾട്ടേജ്, രണ്ടിന്റെയും വോൾട്ടേജ് സെയിം ആയിരിക്കും. അതായത് N1 V1 N2 V2 എന്നുള്ളതായിരിക്കും. കറണ്ടിന്റെ കാര്യത്തിൽ മാത്രം വരപ്പോൾ വ്യത്യാസം ഉണ്ടാകും. കാരണം അത് I2/I1 എന്ന് വരും. ഓക്കെ, എ ട്രാൻസ്ഫോമർ മേ ബി യൂസ്ഡ് ടു മാച്ച് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രൈമറി സർക്യൂട്ട് ആൻഡ് ദ ലോഡ്. അപ്പൊ നമുക്കൊരു ട്രാൻസ്ഫോമർ എന്തിനു യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, നമ്മുടെ പ്രൈമറി സർക്യൂട്ടിലെയും ലോഡിന്റെയും ഇടയിൽ എന്ത് ചെയ്യാൻ വേണ്ടി, റെസിസ്റ്റൻസ് മാച്ച് ചെയ്യാൻ വേണ്ടി. പ്രൈമറി സർക്യൂട്ടിലെയും ലോഡിന്റെയും റെസിസ്റ്റൻസ് മാച്ച് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാവുന്നതാണ്. ദിസ് വേ മാക്സിമം പവർ ട്രാൻസ്ഫർ ക്യാൻ ബി അച്ചീവ്ഡ്. എന്താണ്, ഇത്തരത്തിൽ നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ബിറ്റ്വീൻ എ ഗിവൺ പവർ സോഴ്സ് ആൻഡ് ലോഡ് റെസിസ്റ്റൻസ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു പവർ സോഴ്സിനെയും അതിന്റെ ലോഡ് റെസിസ്റ്റൻസിന് ഇടയിൽ എന്താണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ. അതായത് രണ്ടിന്റെയും റെസിസ്റ്റൻസ് മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം പവർ ട്രാൻസ്ഫർ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓർത്തിരിക്കുന്നതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് പ്രൈമറി സർക്യൂട്ട് ആണെങ്കിൽ അതിന്റെ ലോഡാണ് എന്ത് ചെയ്യുക, അത് രണ്ടിനും ബിറ്റ്വീൻ എന്താണ് റെസിസ്റ്റൻസ് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാവുന്നതിന്റെ ഒരു വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നതിനെ, ഈ ചെയ്യുന്ന മെത്തേഡിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചെയ്യുന്ന ടെക്നിക്കിനെ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, എന്താണ് ട്രാൻസ്ഫോമർ നമുക്ക് എന്തിനു യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ കൊടുക്കുന്ന പ്രൈമറി സർക്യൂട്ട്, ഓക്കെ, നമ്മുടെ പവർ സോഴ്സിന്റെയും ലോഡിന്റെയും റെസിസ്റ്റൻസും തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ്. അത്തരത്തിൽ ചെയ്യുമ്പോൾ എന്താണ് മാക്സിമം പവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, എന്താണ് ഈ ടേമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, എന്താണ് ഇംപിഡൻസ് മാച്ചിങ് എന്നാണ് നമ്മൾ ഈ ടെക്നിക്കിനെ അല്ലെങ്കിൽ ടെക്നോളജി നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എന്താണ് ഈ വരുന്ന April 25 ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി എല്ലാ ആൾക്കാരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം, എലിജിബിൾ ആയിട്ടുള്ള ആളുകളെല്ലാം. സോ എന്താണ് നമ്മളെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എന്താണ് ഇതിന്റെ കോഴ്സ് നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ പുറത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാക്കും, പ്രീവിയസ് ഇയറിന്റെ, പിന്നെ മെന്ററിംഗ് ഉണ്ടായിരിക്കും സെപ്പറേറ്റ്. നമ്മൾ എല്ലാത്തിനും നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്താണ് ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും അത് കൊടുക്കുക. പിന്നെ ഇത്തരത്തിൽ വീഡിയോ നിങ്ങൾ കൂടുതൽ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ താങ്ക് യു.